പുഷ്പ 2 പ്രദർശനത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ നിയമോപദേശം തേടി അല്ലു അർജുൻ. താരത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തതിന് പിന്നാലെയാണ് നീക്കം. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ ഏറെ ചർച്ചയായതാണ്. എന്താണ് അല്ലു അർജുന്റെ നീക്കം? സജിത്ത്, ഈ പുഷ്പ 2 വലിയ കളക്ഷനിലൂടെ മുന്നേറുമ്പോൾ ഉണ്ടായിട്ടുള്ള വളരെ ഒരു അനിഷ്ട സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഇപ്പോൾ രേവതി എന്ന് പറയുന്ന 39-കാരിയായിട്ടുള്ള യുവതിയാണ് ദാരുണമായി മരിച്ചത്. അവരുടെ 9 വയസ്സുള്ള മകൻ ശ്രീതേജ് ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. രേവതിയുടെ ഭർത്താവ് ഭാസ്കറിന്റെ പരാതിയിലാണ് നിലവിൽ താരത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 105, 118 1 വകുപ്പുകൾ പ്രകാരമാണ് താരത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും പിന്നെ മനഃപൂർവ്വം ഈ പരിക്കേൽപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് താരത്തിനെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അല്ലു അർജുനെതിരെ മാത്രമല്ല, സന്ധ്യ തിയേറ്റർ ഉടമകൾക്കെതിരെയും നിലവിൽ ഇതേ വകുപ്പുകൾ പ്രകാരം തന്നെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ താരം നിലവിൽ നിയമോപദേശം സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളെല്ലാം തന്നെ താരം സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ താരത്തിനെതിരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, സന്ധ്യ തിയേറ്ററിൽ 11 മണിക്ക് നടന്ന, അതായത് ഡിസംബർ 4-ാം തീയതി 11 മണിക്ക് നടന്ന പ്രീമിയർ ഷോയ്ക്ക് മുൻകൂർ പോലീസ് അനുമതിയില്ലാതെയായിരുന്നു താരം അവിടെ എത്തിയത്. ഇത് കാരണം ഇത് താരത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഫോഴ്സും ഇതിനോടൊപ്പം തന്നെ അവിടെ തിയേറ്ററിൽ എത്തിയിരുന്നു. അപ്പോൾ താരത്തിനെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് അനിയന്ത്രിതമായി ഒരു കൂട്ടം ആളുകൾ എത്തുകയും ഇവരെ നിയന്ത്രിക്കാനായി താരത്തിന്റെ അനുയായികൾ, താരത്തിനൊപ്പം വന്ന സെക്യൂരിറ്റി ഫോഴ്സ് അവരെ തള്ളി മാറ്റുകയും ചെയ്തിരുന്നു. ഇത് കാരണം ഉണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് രേവതി മരിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, സന്ധ്യ തിയേറ്റർ ഉടമകൾ താരം എത്തുന്നത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ഇത് അറിഞ്ഞിട്ടും അവർ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, പോലീസിനെ വിഷയം അറിയിച്ചിരുന്നില്ല, അത് മറച്ചുവെച്ചു എന്നും നിലവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. വിഷയത്തിൽ മൈത്രി മൂവി മേക്കേഴ്സ്, പുഷ്പ 2-ന്റെ പ്രൊഡ്യൂസർമാരായ മൈത്രി മൂവി മേക്കേഴ്സ് തന്നെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രേവതിയുടെ മരണത്തിൽ അത് അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് പിന്തുണയും നൽകും എന്നും അവർ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവരുടെ മകൻ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ഇളയ മകൾക്കും സാരമായിട്ടുള്ള പരിക്കുകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അല്ലു അർജുൻ ഇന്നലെ ഉണ്ടായ ഈ സംഭവത്തിൽ കേസെടുത്ത മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തതിനെ തുടർന്നിപ്പോൾ നിയമോപദേശം തേടിയിരിക്കും.